ബി.ജെ.പി. നേതാക്കൾക്കെതിരെ വ്യാജ പ്രചാരണവുമായി തൊടുപുഴ നഗരസഭാ ചെയർപേഴ്സൺ സബിന ബിഞ്ചു. ശിവരാത്രി ദിനത്തിൽ കാഞ്ഞിരമറ്റം ക്ഷേത്രത്തിന് സമീപത്ത് ചെയർപേഴ്സണെ നാട്ടുകാർ തടഞ്ഞിരുന്നു. ഇതിനു പിന്നിൽ ബി.ജെ.പി. ആണെന്നാണ് ചെയർപേഴ്സന്റെ ആരോപണം. കാഞ്ഞിരമറ്റം ശിവക്ഷേത്രത്തിന് സമീപത്തെ വഴിവിളക്കുകൾ മെയിൻ്റനൻസ് വർക്ക് ചെയർപേഴ്സൺ അട്ടിമറിച്ചിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് ഭക്തജനങ്ങൾ ചെയർപേഴ്സണെ തടഞ്ഞത്. വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നു. സുബിൻ, ക്ഷേത്രത്തിന് സമീപത്തെ തെരുവുവിളക്കുകൾ കത്താതെ വന്നതിനെ തുടർന്ന് നാട്ടുകാർ അതിൻ്റെ പ്രതിഷേധം അറിയിക്കാൻ ചെയർപേഴ്സണെ തടയുന്ന സാഹചര്യം അവരുടെ പ്രതിഷേധം അറിയിക്കുന്നു. പക്ഷേ ഈ സമരം തന്നെ തടഞ്ഞത് ബി.ജെ.പി. ആണ് എന്നുള്ള ആരോപണമാണ് തൊടുപുഴ നഗരസഭാ ചെയർപേഴ്സൺ ഇപ്പോൾ ഉന്നയിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ. ഈ തൊടുപുഴ നഗരസഭയെ സംബന്ധിച്ച് മാസങ്ങളായി മുടങ്ങിക്കിടക്കുന്നതാണ് ഈ വഴിവിളക്ക് മെയിൻ്റനൻസ്. തിങ്കളാഴ്ച നാമമാത്രമായി ഈ ഒരു മെയിൻ്റനൻസ് വർക്കുകൾ ആരംഭിച്ചപ്പോൾ ശിവരാത്രി മഹോത്സവം പ്രമാണിച്ച് തൊടുപുഴയിലെ പ്രധാന ശിവക്ഷേത്രങ്ങളായ കാഞ്ഞിരമറ്റം, മുതിരിയാർമഠം എന്നീ ക്ഷേത്രങ്ങൾ ഉൾപ്പെടുന്ന വാർഡുകളിൽ ഈ മുൻഗണന നൽകിക്കൊണ്ട് ഈ വഴിവിളക്ക് സ്ഥാപിക്കണമെന്നൊരു ആവശ്യം കൗൺസിലർമാർ കക്ഷിഭേദമന്യേ മുമ്പോട്ട് വച്ചിരുന്നു. ഇത് കൗൺസിലിലും അതുപോലെ തന്നെ ചെയർപേഴ്സന്റെ ചേംബറിലും നേരിട്ട് ആവശ്യപ്പെട്ടിരുന്നതാണ്. ചെയർപേഴ്സൺ ഇതിൽ ഉറപ്പ് നൽകുകയും ചെയ്തു. ഇത്തരത്തിൽ ഈ മഹാശിവരാത്രി മഹോത്സവത്തിന് മുന്നോടിയായി തന്നെ ഈ പ്രദേശങ്ങളിൽ വഴിവിളക്കുകൾ സ്ഥാപിക്കുമെന്ന ഉറപ്പും നൽകിയിരുന്നു. എന്നാൽ ഇതിന് പിന്നാലെ ഈ ചെയർപേഴ്സൺ സബീന ബിഞ്ചു ഈ ഒരു തീരുമാനത്തെ അട്ടിമറിക്കുകയായിരുന്നു. ഈ പ്രദേശങ്ങൾ, അതായത് ആളുകൾ കൂടുതലായി എത്തുന്ന ശിവരാത്രി മഹോത്സവത്തിന് ഭാഗമായി ആളുകൾ കൂടുതലായി എത്തുന്ന ക്ഷേത്രങ്ങൾക്ക് സമീപത്ത് ഈ വഴിവിളക്കുകൾ സ്ഥാപിക്കാതെ സ്വന്തം വാർഡിലും മറ്റ് ആളുകളുടെ, അതായത് പ്രാധാന്യമില്ലാത്ത വാർഡുകളിൽ ഈ വഴിവിളക്കുകൾ സ്ഥാപിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതിന് പിന്നാലെ തന്നെ ഈ രാത്രി കാലങ്ങളിൽ ഈ ശിവരാത്രി എത്തിയപ്പോൾ ആളുകൾ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. ഇതേ തുടർന്നാണ് ഈ കാഞ്ഞിരമറ്റം ശിവക്ഷേത്രത്തിന് സമീപത്ത് വെച്ച് ചെയർപേഴ്സന്റെ വാഹനം നാട്ടുകാർ തടയുന്നത്. അവർ ഇവരുടെ ഈ ഒരു തീരുമാനത്തെ ചോദ്യം ചെയ്യുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ചെയർപേഴ്സൺ ബി.ജെ.പി. നേതൃത്വത്തിനെതിരെ ആരോപണവുമായി രംഗത്തെത്തിയത്. ബി.ജെ.പി. നേതൃത്വമാണ് ഇത്തരത്തിൽ ആളുകളെ ഇളക്കി വിട്ടത്. അവർ ഒരു വർഗീയത അവിടെ നടത്താൻ ശ്രമിക്കുന്ന തരത്തിലുള്ള ഒരു ആക്ഷേപവുമായി ഈ ചെയർപേഴ്സൺ രംഗത്തെത്തിയത്. ഇതിന് പിന്നാലെ പ്രതിഷേധവുമായി ബി.ജെ.പി. കൗൺസിലർമാർ ഈ കൗൺസിൽ യോഗത്തിൽ പ്രതിഷേധം ഉയർത്തുകയായിരുന്നു. ഇവിടെ ബി.ജെ.പി. കൗൺസിലർമാരെ കൈകാര്യം ചെയ്യുകയും പോലീസിനെ ഉപയോഗിച്ച് നീക്കുകയും ചെയ്തു. പ്രധാനമായും ഹിന്ദുവിരുദ്ധ പരാമർശം ചെയർപേഴ്സൺ നടത്തിയെന്നുള്ളൊരു ആരോപണമാണ് ബി.ജെ.പി. നേതൃത്വം പ്രധാനമായും മുമ്പോട്ട് വയ്ക്കുന്നത്. ഹിന്ദുക്കളെ അധിക്ഷേപിക്കുന്ന തരത്തിൽ അവർക്ക് വേണ്ട പരിഗണന നൽകാത്ത തരത്തിലുള്ള ഒരു ഇടപെടൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു രീതിയിലൂടെയാണ് ചെയർപേഴ്സണും അതുപോലെ തന്നെ ആ ഒരു കൗൺസിൽ മുമ്പോട്ട് പോകുന്നത് എന്നുള്ള ആരോപണമാണ് ബി.ജെ.പി. നേതൃത്വം പ്രധാനമായും ഉയർത്തുന്നത്. അതിന്റെ ഏറ്റവും ഒരു ഉദാഹരണമാണ് മഹാശിവരാത്രി ദിനത്തിൽ പോലും ഇത്തരത്തിൽ ഹിന്ദു ജനതയെ അല്ലെങ്കിൽ ഈ ഹിന്ദു വിശ്വാസികളെ അപമാനിക്കുന്ന തരത്തിലുള്ള പരാമർശം ഈ ചെയർപേഴ്സന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നുള്ള ആരോപണമാണ് മുമ്പോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ പക്ഷാപാതപരമായും ജനാധിപത്യവിരുദ്ധമായും പ്രവർത്തിക്കുന്ന ചെയർപേഴ്സൺ രാജിവെക്കണമെന്നൊരു ആവശ്യമാണ് ബി.ജെ.പി. തൊടുപുഴ മണ്ഡല കമ്മിറ്റി മുമ്പോട്ട് വച്ചിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും ബി.ജെ.പി. നേതൃത്വം നൽകുന്നുണ്ട്. ബി.ജെ.പി. നേതാക്കൾക്കെതിരെ വ്യാജ പ്രചാരണം നടത്തുകയാണ് തൊടുപുഴ നഗരസഭാ ചെയർപേഴ്സൺ സബിന ബിഞ്ചു. ശിവരാത്രി ദിനത്തിൽ കാഞ്ഞിരമറ്റം ക്ഷേത്രത്തിന് സമീപത്തെ വഴിവിളക്കുകൾ കത്താത്ത വിഷയത്തിലുണ്ടായ പ്രതിഷേധം ബി.ജെ.പി. ആണ് ഉയർത്തിയത് എന്നുള്ള പ്രചാരണമാണ് തൊടുപുഴ നഗരസഭാ ചെയർപേഴ്സൺ മുന്നോട്ട് വെക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു സുബിൻ തോമസ്.